ശരി, PR സുനിലുണ്ട് വിശദാംശങ്ങളുമായി. സുനിൽ, പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ ഇപ്പോൾ ബിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള എതിർസ്വരം ഉയർന്നിരുന്നു. ഭരണഘടനാ വിരുദ്ധമെന്ന കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ വിമർശനം ഉന്നയിക്കുമ്പോഴും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് തന്നെയാണ്. 269 അംഗങ്ങളാണ് ബില്ലിനെ പിന്തുണച്ചത്, അല്ലേ? വിനീത, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് ഏതായാലും ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. അവതരണം വോട്ടിനിട്ടാണ് ലോക്സഭ അംഗീകരിച്ചത്. വോട്ടിൽ ഇപ്പോൾ പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സർക്കാരിനെ ബില്ലിനെ അനുകൂലിച്ച 269 അംഗങ്ങളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 198 അംഗങ്ങളാണ് ബില്ലിനെ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. ആകെ 367 അംഗങ്ങളാണ് സഭയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ബില്ലിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒറ്റക്കെട്ടായി ഉയർത്തിയത്. ആദ്യം സംസാരിച്ചത് കോൺഗ്രസ് അംഗം മനീഷ് തിവാരി ആയിരുന്നു. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ല് എന്നാണ് മനീഷ് തിവാരി ചൂണ്ടിക്കാണിച്ചത്. സംസ്ഥാനങ്ങൾ എന്നത് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ, ഫെഡറൽ തത്വങ്ങൾ ഇതൊക്കെ തന്നെ ലംഘിക്കപ്പെടുന്ന ഭരണഘടനാ വിരുദ്ധമായ നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്ന് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, NCP ഉൾപ്പെടെയുള്ള പാർട്ടികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചു. മുസ്ലിം ലീഗും ശക്തമായ എതിർപ്പാണ് ബില്ലിനെതിരെ ഉയർത്തിയത്. അതേസമയം ബില്ല് നേരത്തെ 2019 പ്രധാനമന്ത്രി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു. അന്ന് പങ്കെടുത്ത ഭൂരിഭാഗം അംഗങ്ങളും ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരാശയത്തോട് യോജിച്ചു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും പെട്ടെന്നൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നില്ല. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിന് എതിർപ്പില്ല എന്നാണ് അമിത്ഷാ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും ഇപ്പോൾ വോട്ടെടുപ്പിലൂടെയാണ് ലോക്സഭയിൽ ബില്ല് അവതരണം അംഗീകരിച്ചിരിക്കുന്നത്. ഇനി സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക് വിടുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ഒരുപക്ഷെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള എടുത്തേക്കും. 3 മണിവരെ ലോക്സഭാ നടപടികൾ നിർത്തിവച്ചിരിക്കുകയാണ്. 3 മണിക്ക് വീണ്ടും സഭ ചേരുമ്പോൾ ഒരുപക്ഷെ ആ തീരുമാനം സഭയിൽ പ്രഖ്യാപിച്ചേക്കും. ഏതായാലും പ്രതിപക്ഷ അംഗങ്ങൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് 3/2 ഭൂരിപക്ഷം ഈ ബില്ല് പാസ്സാക്കാൻ വേണം. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനത് പാസ്സാക്കാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ പറയുന്നത്, വിശ്വസിക്കുന്നത്. 542 അംഗങ്ങളാണ് നിലവിൽ ലോക്സഭയിലുള്ളത്. അപ്പോൾ 3/2 ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ 362 അംഗങ്ങളുടെ പിന്തുണ ഈ ബില്ല് പാസ്സാക്കാനായി സർക്കാരിന് വേണ്ടിവരും. നിലവിൽ NDA അംഗങ്ങളുടെ അംഗബലം എന്നത് 298 ആണ്. അപ്പോൾ 362 അംഗങ്ങളുടെ പിന്തുണ വേണം എന്ന് പറയുമ്പോൾ 74 അംഗങ്ങളുടെ കൂടി അധിക പിന്തുണ സർക്കാരിന് ഈ ബില്ല് പാസ്സാക്കാൻ ലോക്സഭയിൽ വേണ്ടിവരും. 233 അംഗങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്തുണ്ട്. അപ്പോൾ അത്ര എളുപ്പത്തിൽ ബില്ല് ലോക്സഭ കടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ഏതായാലും പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഒറ്റക്കെട്ടായി ബില്ലിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. പ്രതിപക്ഷ നിരയിലില്ലാത്ത എന്നാൽ NDAന്റെ ഭാഗമല്ലാതെ നിൽക്കുന്ന YSR, കോൺഗ്രസ്, BJD ഉൾപ്പെടെയുള്ള പാർട്ടികളും ഒരുപക്ഷെ ബില്ലിന് പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ട്. അതിലെത്ര പാർട്ടികൾ ബില്ലിന് എതിരെ ഒരു നിലപാട് സ്വീകരിക്കും എന്നതൊക്കെ തന്നെ വരും ദിവസങ്ങളിൽ വളരെ ശ്രദ്ധേയമായ രാഷ്ട്രീയ സാഹചര്യങ്ങളായിരിക്കും. ഏതായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊരു ചരിത്രപരമായ നീക്കം, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ടൊരു നീക്കം കേന്ദ്ര സർക്കാർ ഇപ്പോൾ ലോക്സഭയിൽ നടത്തിയിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. പ്രതിപക്ഷം കടുത്ത ഭാഷയിൽ തന്നെ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർത്തുന്നു. എന്നാൽ ബില്ലിപ്പോൾ അവതരിപ്പിച്ചിരിക്കുകയാണ് ലോക്സഭ. ഇനി ഇത് കടക്കുമോ എന്നത് തന്നെയാണ് അറിയേണ്ടത്. PR സുനിലാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക്